എല്ലാവർക്കും സല്ലൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഫാമിലിയുമൊത്ത് ലക്ഷദ്വീപിൽ പോവുക എന്നത്. ഇന്നതിന് സാധിച്ചു. അതായത് ഒക്ടോബർ 22, 2023. അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ലക്ഷദ്വീപിനെ ലക്ഷ്യമാക്കി കപ്പൽ അറബിക്കടലിലൂടെ യാത്ര ആരംഭിച്ചു. കപ്പലിൻ്റെ മുകളിലത്തെ ഡെക്കിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. അല്പസമയം ഫാമിലിയുമൊത്ത് മുകളിലെ ഓപ്പൺ ഡെക്കിൽ സൊറ പറഞ്ഞിരുന്നു. കപ്പലിൽ രാത്രി ഭക്ഷണത്തിൻ്റെ തിരക്കിലായി. വലിയ മോശം പറയാനില്ല. ഞങ്ങൾ ബങ്ക് ക്ലാസ്സാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താഴെ ഡെക്കിലെ വിൻഡോയിലൂടെ കടലിൻ്റെ കാഴ്ചകൾ സത്യത്തിൽ ഒരു ഭീതി നമ്മുടെ മനസ്സിൽ എവിടെയോ നിന്ന് ഓടിയെത്തും. അങ്ങനെ കപ്പൽ രണ്ടാം ദിവസം ആന്ത്രോത്ത് ദ്വീപിൽ നങ്കൂരമിട്ടിരിക്കുന്നു. ഇവിടെ വാർഫ് സൗകര്യമില്ലാത്തതിനാൽ ചെറുബോട്ടുകളിലായാണ് ആളുകളെ ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നത്. ഓരോ ബോട്ടുകളും അവരുടെ ഊഴത്തിനായി കടലിൽ കാത്തിരിക്കുന്നു. അങ്ങനെ ആ യാത്രക്കാരുമായി ആ ബോട്ട് ദ്വീപിലേക്ക് യാത്ര തിരിച്ചു. ഈ സമയം കപ്പലിൻ്റെ ക്രൂസ് അവിടെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അവരുമായി അല്പനേരം സംസാരിച്ചു. അവരുടെ ചൂണ്ടൽ വാങ്ങി ജ്യേഷ്ഠൻ മീൻപിടുത്തം ആരംഭിച്ചു. 2 മീനിനെ കിട്ടി. ഒരെണ്ണത്തിനെ വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചയച്ചു. അങ്ങനെ യാത്ര വീണ്ടും തുടർന്നു. ആന്ത്രോത്തിൽ നിന്നും കൽപ്പേനിയെ ലക്ഷ്യമാക്കി കപ്പൽ വീണ്ടും പുറപ്പെട്ടിരിക്കുന്നു. കപ്പൽ കൽപ്പേനി ദ്വീപിലെത്തിയിരിക്കുന്നു. ഇവിടെയും ആളുകളെ ചെറുബോട്ടിൽ തന്നെയാണ് ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നത്. രാത്രിയിൽ കപ്പലിൽ നിന്നുള്ള പ്രകാശം ഓളങ്ങളിൽ തട്ടുമ്പോൾ നല്ല രസമായിരുന്നു. ഞങ്ങൾ അങ്ങനെ കവരത്തിയിലെത്തി. ഒരു ക്രെയിനിൻ്റെ സഹായത്തോടെയാണ് ലാഡറിലൂടെ എല്ലാവരും താഴേക്ക് ഇറങ്ങുന്നത്. കപ്പലിൽ നിന്നും ദ്വീപിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് നടന്നു നീങ്ങി. ഓട്ടോയും പിടിച്ച് നേരെ സ്പോൺസർ ഞങ്ങൾക്കായി പറഞ്ഞു വെച്ച റൂമിലേക്ക് യാത്ര തിരിച്ചു. അവിടുത്തെ യാത്രകൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ഒരു ബൈക്ക് റെൻറ്റിനെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നും ഫ്രഷായി ലൈറ്റ് ഹൗസ് കാണാനായി ഇറങ്ങി. ഇവിടെ ഇത് കാണുന്നതിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മുതൽ 6 വരെയാണ് സമയം. ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റേൺ ജെട്ടിയിലാണ്. നമ്മൾ വന്നിറങ്ങിയ കപ്പൽ ടൂറിസ്റ്റുകളെയും കാത്ത് അവിടെ നങ്കൂരമുട്ടിരിപ്പുണ്ട്. ഞങ്ങൾ ചെന്ന ദിവസം ലക്ഷദ്വീപുകാരുടെ ആറ്റക്കനി സംഗമമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാടിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചും അവരുടെ തനതായ കൾച്ചറിനെക്കുറിച്ചും കണ്ടറിയാൻ ഞങ്ങൾക്ക് പറ്റിയ ഒരു സംഗമം. അടുത്ത ദിവസം നേരെ പാരഡൈസ് ഹോട്ടലിലേക്ക്. ഈ ഹോട്ടൽ വിനോദസഞ്ചാരത്തിനായി സർക്കാർ നടത്തിപ്പിലുള്ള ഒരു സ്ഥാപനമാണ്. വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, സ്നോർക്കിളിംഗ്, സ്കൂബ ഡൈവിംഗ് എല്ലാം ഉണ്ട്. കടലിൽ കക്ക തപ്പുകയാണെന്ന് തോന്നുമെങ്കിലും അവർ സ്നോർക്കിളിംഗ് ചെയ്യുന്ന തിരക്കിലാണ്. കോറൽസിൻ്റെ റീഫിനാൽ സംരക്ഷിതമായ ഒരിടമായതുകൊണ്ട് കയാക്കിംഗ് ചെയ്യാൻ നല്ല രസമായിരുന്നു. ഒട്ടും പേടിയില്ലാതെ തന്നെ നമുക്കവിടെ സ്നോർക്കിളിങ്ങും കയാക്കിങ്ങും ചെയ്യാൻ പറ്റിയ ഒരിടം. കേരളത്തിലെ ബേപ്പൂരിൽ നിന്നും വന്ന ഉരുവിലെ ചിരക്കിറക്കുന്ന തിരക്കിലാണ് അവിടം. ബൈക്കുമെടുത്ത് തേരാപാര ലക്ഷദ്വീപിൻ്റെ ഇടവഴിയിലൂടെ അങ്ങോളം ഇങ്ങോളം വെറുതെ ഒന്ന് കറങ്ങി. ലക്ഷദ്വീപിലേക്ക് വഴിക്ക് ആയുസ് അല്പം കൂടുതലാണെന്ന് മനസ്സിലായ നിമിഷം
അങ്ങനെ കറക്കമെല്ലാം കഴിഞ്ഞ് ആ ദിവസവും കടന്നുപോയി. നേരെ റൂമിലേക്ക് യാത്ര തിരിച്ചു. ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി യാത്ര നേരെ അങ്ങോട്ടേക്ക്. അവിടെ തന്നെയാണ് നേവി ക്യാമ്പും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നേവി ക്യാമ്പും ലക്ഷദ്വീപിൻ്റെ എയർ ആംബുലൻസ് കണ്ടു. നേരെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. സാൻഡി ബീച്ചിലേക്കാണ് യാത്ര. ഒരു ഗവൺമെൻറ്റിൻ്റെ സ്കൂളിൻ്റെ അരികിലൂടെ വേണം അവിടെ എത്താൻ. എല്ലാവരും ഗ്ലാസ് ബോട്ടിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ കടലിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന മത്സ്യങ്ങളെ കാണാനുള്ള യാത്ര പുറപ്പെട്ടു. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ വരുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ നേരെയാണെന്ന് വരുന്നതെന്ന് തോന്നിപ്പോകും. ക്യാമറ വെള്ളത്തിലിറക്കി നോക്കിയപ്പോൾ അവരുടെ ലോകം കാണാൻ അതിമനോഹരമായിരുന്നു. മീനുകളെയും കണ്ട് തിരിച്ച് ഗ്ലാസ് ബോട്ടിൽ നിന്നും നേരെ കരയിലേക്ക്. ദ്വീപിൻ്റെ എവിടെയും ഭംഗിയുടെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. അല്പനേരം ഞാനും അവരിലൊരാളായി മാറി. ലക്ഷദ്വീപ് സന്ദർശിക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം സ്കൂബ ഡൈവിംഗ് ആണ്. അത് നമ്മുടെ വേറൊരു ലോകത്ത് ചെന്നെത്തിക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. രാവിലെ ബൈക്കുമെടുത്ത് പെട്രോൾ പമ്പിന് മുന്നിലൂടെ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. പെട്രോൾ അടിക്കാൻ ഒരു നീണ്ട ക്യൂ. അവിടെ നിന്നും ദ്വീപിലെ പ്രശസ്തമായ ഹുജ്റ പള്ളിയിലേക്ക് ഞങ്ങൾ അവിടെ എത്തിയതും അപ്രതീക്ഷിതമായ മഴ ഞങ്ങളെ അല്പനേരം അവിടെ പിടിച്ചിരുത്തി. ദ്വീപിലെ കോറൽസിൽ തട്ടി കേടുവന്ന ഒരു കാർഗോ ഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതൊന്ന് കാണാമെന്ന് വെച്ച് യാത്ര നേരെ അങ്ങോട്ടേക്ക്. ഒരവശേഷിപ്പെന്ന പോലെ ആ കപ്പൽ ഇന്നും അവിടെ കിടപ്പുണ്ട്. അവിടെ നിന്നും നേരെ മറൈൻ അക്വേറിയത്തെ ലക്ഷ്യമാക്കി ആ കാഴ്ചകൾ കാണാമെന്നുള്ള ഉദ്ദേശത്തോടെ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. ഇനി അല്പനേരം മറൈൻ അക്വേറിയത്തിലെ മീനിൻ്റെ കാഴ്ചകളിലേക്ക്. ഒരുപാട് നല്ല ഓർമ്മകൾ മനസ്സിൽ സമ്മാനിച്ച ദ്വീപുകാരോടും ദ്വീപിനോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിച്ചു.
അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.